കൊച്ചി നഗരത്തിൽ ഹർത്താൽ കാര്യമായ ചലനമുണ്ടാക്കിയില്ല. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും സർവീസ് നടത്തി. യാത്രക്കാർ കുറവായതിനാൽ പിന്നീട് ചില സർവീസുകൾ സ്വകാര്യ ബസ്സുകൾ നിർത്തി. നഗരത്തിൽ എവിടെയും അനിഷ്ട സംഭവങ്ങളില്ല. ഹർത്താലായതുകൊണ്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ആൾ കുറവ്. സർവീസ് കുറവുണ്ട്. കുറവുണ്ട്. ആളും കുറവാണ്. ഒരു രക്ഷയില്ല. 2500 രൂപ ഓടുന്ന വണ്ടി 1500 രൂപയുണ്ട്. അതിൻ്റെ കുറഞ്ഞു. ലിമിറ്റൊന്നും ഓടിയിട്ടില്ല അധികം. ട്രാൻസ്പോർട്ടേഴ്സൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ആലപ്പുഴയിൽ ഹർത്താലിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു. നഗരപ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. KSRTC സർവീസ് സമരക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് സമരാനുകൂലികളെ അറസ്റ്റ് ചെയ്ത് നീക്കി. ആലപ്പുഴയിലെ ടൂറിസം മേഖലയെ ഹർത്താൽ പ്രതികൂലമായി ബാധിച്ചു. ചാരുമൂട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തും കല്ലട ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവും സമരാനുകൂലികൾ അടപ്പിച്ചു. തൃശൂർ മാളയിൽ ബസ് തടഞ്ഞു. മാളയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വാഹനങ്ങൾ തടഞ്ഞ KPMS നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാന സംഘടനാ നേതാവ് ലോചനൻ അമ്പാട്ടിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. മാളയിൽ ഹർത്താൽ അനുകൂലികൾ ബാങ്കും അടപ്പിച്ചു. കാത്തലിക് സിറിയൻ ബാങ്കാണ് അടപ്പിച്ചത്. ജനം, കൊച്ചി. പട്ടികജാതി സംഘടനകളുടെ സംസ്ഥാന ഹർത്താലിനിടെ KPMS നേതാവ് പുന്നല ശ്രീകുമാറിന് രൂക്ഷ വിമർശനം. കുലം കുത്തി CPMന്റെ കുഴലൂത്തുകാരൻ എന്നിങ്ങനെയാണ് പുന്നലയ്ക്കെതിരെയുള്ള ആരോപണം. ദളിത് സമരങ്ങളുടെ എല്ലാ കാലത്തും നിഷേധാത്മക സമീപനമാണ് പുന്നല ശ്രീകുമാർ സ്വീകരിച്ചതെന്നും സമരാനുകൂലികൾ വിമർശിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിതിൻ രാജിന് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടന നടത്തുന്ന ഹർത്താലിലാണ് KPMS നേതാവ് പുന്നല ശ്രീകുമാറിന് വിമർശനം. പുന്നല ശ്രീകുമാറിനെ കുലംകുത്തിയെന്നും CPMന്റെ കുഴലൂത്തുകാരനുമെന്നും വിളിച്ചാണ് പ്രവർത്തകരുടെ ആക്ഷേപം. എക്കാലത്തും ദളിത് സമരങ്ങളോട് ഇതേ സമീപനമാണ് പുന്നല ശ്രീകുമാർ സ്വീകരിച്ചതെന്നും സമരാനുകൂലികൾ കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ഞങ്ങളെല്ലാം കൂടെ നേരത്തെ ഒരു വലിയ നേതാവാക്കി വെച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമല്ല. വാളയാറിലെ 2 പെൺകുട്ടികളുടെ കൊലയുണ്ടല്ലോ. 2 പെൺകുട്ടികൾ അവിടെ തൂങ്ങി മരിച്ചെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവരെ കൊല നടത്തിയിട്ടുണ്ടല്ലോ. അതിലെ പ്രതികളെ രക്ഷിക്കുവാൻ വേണ്ടി സഹായിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ കാല് അച്ഛനെ അമ്മയും കൊണ്ട് പിടിപ്പിച്ചില്ലേ? ആരാ പിടിപ്പിച്ചത്? ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പുലയർ ഇന്ന് നിരത്തിലാണ്. പുന്നല പറഞ്ഞാൽ കേൾക്കണ്ടെങ്കിൽ പുന്നല പറഞ്ഞാൽ കേൾക്കില്ല. അത് കുലംകുത്തിയ കാലാകാലങ്ങളായി സമരത്തെ പിന്നിൽ നിന്ന് പൊളിക്കുന്ന ആളാണ്. നേരത്തെ വാളയാർ പീഡന കേസിലും പുന്നല ശ്രീകുമാറിന്റെ ഇടപെടലുകൾ വിമർശനത്തിനിടയാക്കിയിരുന്നു. കേസ് അട്ടിമറിക്കാൻ പുന്നല ശ്രീകുമാർ ഇടപെടൽ നടത്തിയെന്നായിരുന്നു ദളിത് സംഘടനകളുടെ ആരോപണം. ഈ സംഭവം അടക്കം ഉയർത്തിക്കാട്ടിയാണ് പുന്നല ശ്രീകുമാറിനെതിരെ ദളിത് സംഘടനകൾ രംഗത്തെത്തിയത്. ജനം, തിരുവനന്തപുരം. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ മലബാറിൽ സമാധാനപരം. വടക്കൻ ജില്ലകളിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചില്ല. സിറ്റി സർവീസ് അടക്കം സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങി. ചിലയിടങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായത്. ബാലുശ്ശേരി, പേരാമ്പ്ര, ഉള്ളേരി എന്നിവിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. കൂരാച്ചുണ്ടിൽ ഫെഡറൽ ബാങ്ക് ശാഖ പ്രതിഷേധക്കാർ അടപ്പിച്ചു. കോഴിക്കോട് നഗരത്തിൽ പ്രകടനം നടത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഉള്ളേരിയിൽ വാഹനം തടഞ്ഞ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് MC അനീഷിനെ യാത്രക്കാരൻ മർദ്ദിച്ചതായി പരാതി. മർദ്ദനത്തിൽ അനീഷിനും പരിക്കേറ്റിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലും സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. കാട്ടക് ജംഗ്ഷനിൽ വാഹനം തടഞ്ഞ